നമസ്തേ. നമ്മളിൽ പലരും പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ്. ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയും. അതായത് ഈ ദേഷ്യത്തിൻ്റെ സയൻസ് എന്താണ്? നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ഗട്ട്, അതായത് ഇൻറ്റസ്റ്റൈനിൽ നിന്നും ബ്ലഡ് മസിൽസിലേക്ക് ഒരു ഷണ്ട് ഉണ്ടാകുന്നു, ഒരു ഫ്ലോ ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മസിൽസ് റിയാക്ട് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമ്മുടെ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ, ഹാർട്ടിൻ്റെ പമ്പിങ് ആക്ഷൻ കൂടും, നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ്, ബ്രീത്തിങ് റേറ്റ് കൂടും. ഒപ്പം തന്നെ നമ്മുടെ വായൊക്കെ ഉണങ്ങാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിലേക്ക് വല്ലാത്ത ഒരു സ്ട്രെസ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ ദേഷ്യം പുറത്തേക്ക് വരുന്നത്. നമ്മുടെ പ്രഷറും കൂടും. ഇങ്ങനെ കണ്ടിന്യൂസ് ദേഷ്യപ്പെടുന്ന ഒരാളിന് എന്തൊക്കെയാണ് സംഭവിക്കുക? അയാളുടെ ജനറൽ ഹെൽത്തിനെ തന്നെ അത് ബാധിക്കും. അയാളുടെ യൗവനം നഷ്ടപ്പെടും. അയാളുടെ ഹാർട്ടും മറ്റ് അവയവങ്ങളും വീക്കായി തുടങ്ങും. നോക്കൂ, നമ്മളാരും അനശ്വരരല്ല. ഇന്ന് ജനിച്ച് നാളെ മണ്ണിലേക്ക് പോകേണ്ട നാം ഈ ഇടയ്ക്ക് കടന്ന് ഇങ്ങനെ മത്സരിച്ചിട്ട് കാര്യമുണ്ടോ? പിന്നെ കുറച്ച് ഓവർ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവർ, അതിനെ സൈക്കോളജിയിൽ നമ്മൾ പറയുന്ന വേർഡ് മാനിയ ഡി ഗ്രാൻഡർ, ഞാൻ എന്തോ വലുതാണ് എന്ന് തോന്നുന്നവർ ചിലരുണ്ട്. അവർക്ക് കുറച്ച് ഇൻഫീരിയർ ആയിട്ടുള്ള ആൾക്കാരോടും ദേഷ്യം തോന്നും. അത് സാധാരണമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു സൈക്കോസിസിൻ്റെ സിംറ്റമാണ്. പക്ഷേ സാധാരണക്കാരിലും ഒരു ചെറിയ അളവിൽ അതുണ്ടാവാം. ഓവർ ഈഗോ, സൂപ്പർ ഈഗോ അല്ലെങ്കിൽ സ്യൂഡോ ഈഗോയാണ് ഇതിന് കാരണം. അപ്പോഴൊക്കെ ദേഷ്യം വന്നാൽ നമുക്ക് അതിനെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളുടെ ലൈഫ് സ്പാൻ കുറയും, ഒപ്പം നിങ്ങളുടെ ഹെൽത്തും കുറയും. നിങ്ങളുടെ സോഷ്യൽ ആൻഡ് ഫാമിലിയൽ ലൈഫ്, നിങ്ങളുടെ ഫാമിലി ലൈഫിനെയും അത് ബാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് കുറയും. അപ്പോൾ എല്ലാവരോടും സൗഹൃദത്തോടെ മാത്രം പെരുമാറുക. കഴിയുന്നതും ദേഷ്യം കുറയ്ക്കുക.